ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രാവിലെ എണീറ്റപ്പോൾ തന്നെ ചിന്നത്തെ കുറച്ച് കട്ടൻ ചായ ഇട്ടിട്ടുണ്ടായിരുന്നു. ചിന്നത്തടുത്ത് തൊണ്ടയിൽ കിച്ച് കിച്ച് വന്നപ്പോൾ കുറച്ച് കട്ടൻ ചായ ഇട്ടു. പക്ഷേ എന്നാൽ എനിക്ക് നല്ലോണം കൂടുതലായതുകൊണ്ടും എനിക്ക് ഒട്ടും കട്ടൻ ചായ ഇഷ്ടമല്ലാത്തത് കൊണ്ടും ഞാനൊരു സിപ്പ് കുടിച്ചിട്ട് അവിടെ തന്നെ മാറ്റി വെച്ചു. ഐറൂസ് എന്നോടൊപ്പം തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഐറൂസ് കാക്കയെ കണ്ടിട്ട് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കാക്കയ്ക്ക് മനസ്സിലായില്ല. അവൾ അടുത്തോട്ട് ചെന്നപ്പോൾ കാക്ക പറന്നുപോയി. എന്നിട്ടും അങ്ങോട്ട് മാറി നിന്നിട്ട് കുറച്ച് എന്തൊക്കെയോ കാക്കയായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കാക്കയ്ക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് സാറ്റർഡേ ആണ്. ഇത് ഞാൻ കുറച്ച് നേരത്തെ എടുത്തിരുന്ന വീഡിയോസാണ്. പക്ഷേ വോയിസ് ഓവർ കൊടുക്കുന്നത് ഇന്നാട്ടോ. കുറച്ച് മടിയൊക്കെ കാരണം കൊണ്ടിട്ട് ഇടാൻ വൈകിയതാണ്. അപ്പം ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ക്ലീനിങ് ഡേ ആണ്. നോമ്പല്ലേ വരുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. കുറച്ച് ഞാൻ വേറെ ദിവസം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും ചിന്നതയും ഒതുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ബാക്കി കുറച്ചല്ല, ഒരു അത്യാവശ്യം കുറേ ഉണ്ടായിരുന്നു. ജനലൊക്കെ തുടക്കാനുണ്ടായിരുന്നു, കേട്ടൻ കഴുകിയിടാനുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടക്കാനൊക്കെ ഉണ്ടായിരുന്നു. നല്ലോണം ഒന്ന് തുടച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു. ജനൽ തുറക്കാനുണ്ടായിരുന്നു, ഫാൻ തുറക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് കട്ടിലങ്ങോട്ട് മാറ്റിയിട്ടിട്ട് ഫാനാട്ടോ ആദ്യം തുടച്ചത്. നല്ലോണം പൊടി ഉണ്ടായിരുന്നു. ഈ ഫാൻ ഞങ്ങൾ എടുക്കാറില്ല, കാരണം എന്ന് വെച്ചാൽ ഓണാക്കാറില്ല ഈ ഫാൻ എന്ന് പറയുന്നത്. പക്ഷെ എന്നാലും ഇൻ കേസ് എന്തെങ്കിലും ചൂട് കാരണം കൂടുതലാണെങ്കിൽ ഈ ഫാൻ എടുക്കാറുണ്ട്. അപ്പം വല്ലപ്പോഴും ഒക്കെ ഇടാറുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും പൊടി അതിനകത്ത് കിടക്കുന്നത്. യൂസ് ആക്കുന്നില്ല ഞാൻ. ആ മിഡിൽ വന്ന് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇത് സൈഡിലായതുകൊണ്ട് കാറ്റൊന്നും കിട്ടത്തൊന്നുമില്ല, വലിയ കാറ്റൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ അത് യൂസ് ആക്കാറില്ലായിരുന്നു. പക്ഷെ എന്നാലും തുടയ്ക്കണമല്ലോ, എന്തെങ്കിലും ഒരു കാരണവശാൽ ഓണാക്കേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ട് തുടച്ച്. നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ. മറ്റേ ഫാനിനെക്കാട്ടി നല്ല പൊടി ഉണ്ടായിരുന്നു. കാരണം എടുക്കാതെ വെച്ചിരുന്നതായതുകൊണ്ട് നല്ല ഇതുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ഇന്നത്തെ കൂടി ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഫാൻ വൃത്തിയാക്കുന്നതും ആ സംഭവം വെക്കുന്നതായിരുന്നു കുറച്ച് എനിക്ക് പണി കിട്ടിയത്. ഭയങ്കര പാടുണ്ടായിരുന്നു. എനിക്ക് എന്താ അറിയത്തില്ല, തെന്നി പോകുന്നുണ്ടായിരുന്നു. അത് പ്രാക്ടീസ് എനിക്ക് അത് വെക്കാൻ അറിയാത്തതുകൊണ്ടായിരിക്കും. അത് ഭയങ്കര പാടുണ്ടായിരുന്നു. കുറേ നേരം അതിന് വേണ്ടിയിട്ട് ഞാൻ പുറകെ ഇങ്ങനെ നടന്നു. അവസാനം പിന്നെ ഹംദുക്കുട്ടനെ വിളിച്ചിട്ടാട്ടോ ഞാനിത് റെഡിയാക്കിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ റൂമിലെ ജനലുകളൊന്ന് തുറക്കണമായിരുന്നു. ഞാനും കുട്ടീസും കിടക്കുന്നത് ഈ റൂമിലാണ്. പക്ഷേ എൻ്റെ റൂമെന്ന് പറയുന്നത് മുകളിലാണ്. അത് മുകളിലായതുകൊണ്ടും ഒറ്റയ്ക്ക് കിടക്കാനുള്ള ഒരു പേടി കാരണം കൊണ്ടും മുകളിൽ കിടക്കാത്തതാണ്. അതുകൊണ്ടാണ് താഴെ കിടക്കുന്നത്. കൊച്ചുങ്ങൾ കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല, കുറച്ച് ധൈര്യമൊക്കെ കിട്ടുമല്ലോ. അതുകൊണ്ട് അങ്ങനെ വെയിറ്റിങ്ങിലാണ്. ഐഷുവെങ്കിലും കുറച്ച് വലുതാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ മാത്രമാണ് ക്ലീൻ ചെയ്തത്. എൻ്റെ റൂം ക്ലീൻ ചെയ്തില്ല. അതായത് അത് പിന്നെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് സമാധാനത്തിലേ ക്ലീൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന, അവർ വേണമെങ്കിൽ മുകളിലോട്ടൊക്കെ കയറി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ റൂം പെൻഡിങ്ങിൽ വെച്ചിരിക്കുക. കുട്ടികളൊക്കെ ഉറങ്ങുന്ന സമയത്തും എല്ലാം ക്ലീൻ ചെയ്യാനായിരുന്നു എൻ്റെ പ്ലാൻ. അങ്ങനെ എൻ്റെ റൂമിൽ ജനൽ തുടച്ച് കഴിഞ്ഞ് വന്നപ്പം ചിന്നത്ത ഇവിടെ വലടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനപ്പം ഹാളിലെ ഫാനും കിച്ചണിലെ ഫാനും തുടച്ച് വൃത്തിയാക്കി. പിന്നെ തൂത്തെല്ലാം വൃത്തിയാക്കി. തുടയ്ക്കുന്നത് നാളെ ആയതുകൊണ്ട് ഞങ്ങൾ നേരെ പോയി കുളിച്ച് ഫുഡൊക്കെ കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. 2 മണിയായപ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായി. അപ്പോൾ ഇന്നത്തെ അത്രയുള്ളൂ. ടാറ്റാ ബൈ, സീ യു.